ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കും സുഖമാണ്. ഇന്ന് ഞാൻ വന്നത് ബീഫ് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ രുചികരമായ രീതിയിൽ എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാം എന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമുക്ക് ബീഫ് കട്ട്ലറ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ബീഫ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ 3 ഉരുളക്കിഴങ്ങ്, 4 ക്യാരറ്റ്, ഒരു സവാള മീഡിയം, 2 ഇഞ്ചി കഷ്ണം മീഡിയം സൈസിലുള്ളത്, 4 വെളുത്തുള്ളി മുറിച്ചെടുത്തതാണ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, മല്ലിച്ചപ്പ്, ഒരു മുട്ട, റസ്ക് പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ബീഫ് കട്ട്ലറ്റിന് വേണ്ടത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ പുഴുങ്ങിയെടുക്കാം. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ അതിനനുസരിച്ച് പച്ചമുളകോ എന്ത് വേണേലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഈ ഇറച്ചിയും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഈ വിധത്തിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി ഇങ്ങനെയും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി തേക്കിടാം, ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർക്കാം. ഇത് ഞാനിവിടെ നട്ട് പിടിപ്പിച്ച് മല്ലിച്ചപ്പാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കാം. നമുക്കിതിൽ നിന്ന് ഓരോ കുറച്ചെടുത്തിട്ട് അതിനൊരു ചെറിയ ഉരുളയാക്കിയിട്ട് ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് പരത്താം. കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് റസ്ക് പൊടിയിലേക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ ഈ റസ്ക് പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ സാധാരണ റസ്ക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നല്ല സൂപ്പറായിട്ട് റസ്ക് പൊടി ഉണ്ടാക്കും. അപ്പം ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. ഒത്തിരി വേണ്ട കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കും കട്ട്ലറ്റ് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.